പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. ഈ ദിനത്തിന്റെ എല്ലാ മഹനീയതയും ആശംസയും നമുക്ക് പരസ്പരം നേരാം. ത്രേസ്യ നാമധാരികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെറുതാകണമെന്നാണ് ഈ പുണ്യവതി നമ്മളെ പഠിപ്പിക്കുന്നത്. ചെറുതാകുക എന്ന് പറഞ്ഞാൽ അപരന്റെ ഒന്നുമില്ലായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് എല്ലാ ആകുലതകളെയും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് കിട്ടുന്ന എല്ലാ നന്മകളെയും പ്രതീക്ഷയിലൂടെ കാത്തിരിക്കണമെന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെയാണ് ഈ പുണ്യവതി ചെയ്തത്. നമുക്കും ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ചെയ്യാം. സ്നേഹമാവട്ടെ നമ്മുടെ ദൈവവിളി. പ്രിയമുള്ളവരെ, ഈ പുണ്യവതിയുടെ മുറിയിലുണ്ടായിരുന്ന വിജയമാതാവിൻ്റെ തിരുസ്വരൂപമാണ് അവരുടെ എല്ലാ രോഗബലഹീനതകൾക്കും ആശ്വാസമായിരുന്നത്. നമ്മൾ ഇന്ന് ജപമാല മാസം ആരംഭിക്കുന്നു. അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനും ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകമായി അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ദിനങ്ങളെ അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വേദപാരംഗതയായ ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ, ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ 1873 ജനുവരി മാസം 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു. പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യം ധനമുള്ള ഒരു പട്ടുവ്യാപാരി ആയിരുന്നതുകൊണ്ട് മരിയ, പൗളി, ലയോണി, സെലിൻ, തെരേസ എന്നീ 5 കുട്ടികളും ഡാൻസിലും മറ്റു വ്യാപാരങ്ങളിലുമൊക്കെ മുഴുകി ലൗകായതികരായി മാറാമായിരുന്നു. എന്നാൽ 4 പേർ കർമ്മലീത്ത സഭയിലും ലയോണി വിസിറ്റേഷൻ സഭയിലും ചേരുകയാണ് ചെയ്തത്. തെരേസയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ സെലിഗുരിൻ മരിച്ചു. താമസിയാതെ മാർട്ടിൻ ലിസ്യുവിലേക്ക് മാറി താമസിച്ചു. 10 വയസ്സ് പൂർത്തിയായപ്പോൾ തെരേസയ്ക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. 1 മാസത്തോളം അവൾ രോഗിണിയായി കിടന്നു. 1883 മെയ് 13-ാം തീയതി പന്തക്കുസ്തായുടെ ദിവസം തെരേസയുടെ മുറിയിൽ ഉണ്ടായിരുന്ന വിജയമാതാവിന്റെ രൂപം അവളെ നോക്കി പുഞ്ചിരി തൂങ്ങി. അതോടെ തെരേസയുടെ ആലസ്യം നീങ്ങി. അന്ന് പ്രകടമായ ദൈവമാതൃ സ്നേഹം അന്ത്യം വരെ ചെറുപുഷ്പം ആസ്വദിച്ചു. തെരേസ അപ്പച്ചന്റെ കൂടെ റോമായിൽ പോയി 13-ാം ലയോൺ മാർപ്പാപ്പയോട് 15-ാം വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേരുവാനുള്ള അനുവാദം അഭ്യർത്ഥിച്ചു. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു സമർത്ഥനായ പാപ്പായുടെ മറുപടിയെങ്കിലും കാര്യം നടന്നു. 1889 ജനുവരി മാസം 10-ാം തീയതി അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. അടുത്ത വർഷം സെപ്റ്റംബർ 8-ാം തീയതി പ്രഥമ വ്രതവാഗ്ദാനം ചെയ്തു. അപ്പോഴേക്കും പിതാവ് മാനസിക രോഗവും തളർവാദ രോഗവും പിടിപെട്ട് കായൻ ആശുപത്രിയിൽ കിടപ്പായി. 1893 മുതൽ ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും 24 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിന്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് 1897 സെപ്റ്റംബർ 30-ാം തീയതി ചെറുപുഷ്പം അടർന്നു വീണു. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് തന്റെ ജ്യേഷ്ഠ സഹോദരിമാരുടെയും മഠാധിപയായ ഗോൺസാഗമ്മയുടെയും ആജ്ഞാനുസാരം ആത്മകഥ എഴുതി. തെരേസയുടെ ആധ്യാത്മിക ശിശുത്വവും സമ്പൂർണ്ണ ആത്മസമർപ്പണവും കുറുക്കുവഴിയും ആ സുന്ദര ഗ്രന്ഥത്തിന്റെ താളുകളിൽ സുലളിതമായ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരിക്കുന്നു. നവമാലിക എന്ന അവളുടെ ആത്മകഥയും വിശുദ്ധ എഴുതിയ കത്തുകളുടെ സമാഹാരവും അന്തിമ വചസ്സുകളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അതിശ്രേഷ്ഠ സ്ഥാനം നേടിയിട്ടുണ്ട്. 1925 മെയ് 17-ാം തീയതി വിശുദ്ധയുടെ മരണത്തിന്റെ 28-ാം വർഷം അവളുടെ 4 സഹോദരിമാരുടെയും സാന്നിധ്യത്തിൽ 11-ാം പീയൂസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ കൊച്ചുത്രേസ്യയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു ആഗോള മിഷണറി ആകാൻ ആഗ്രഹിച്ച തെരേസയെ 1928 11-ാം പീയൂസ് മാർപ്പാപ്പ ആഗോള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചപ്പോൾ അവളുടെ അഭീഷ്ടം അക്ഷരാർത്ഥത്തിൽ നിറവേറി. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വിശുദ്ധ കൊച്ചുത്രേസ്യയെ 1997 വേദപാരംഗതയായിട്ട് പ്രഖ്യാപിച്ചു. വിശുദ്ധയെ വല്ലാതെ സ്പർശിച്ച ഒരു വചനഭാഗമാണ് ശിശുക്കളെ പോലെ ആവുക എന്നത്. ശിശുക്കളെ എടുത്തു നിൽക്കുന്ന ഈശോയെക്കുറിച്ചുള്ള ചിന്ത അവളുടെ ജീവിത അഭിലാഷം വ്യക്തമാക്കുന്നു. വിശുദ്ധ പറയുന്നു,
ആർക്കെങ്കിലും താൻ കുഞ്ഞാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ദൈവം അവനെ മടിയിലിരുത്തി ലാളിക്കുകയും കൈകളിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്നുവെന്ന്. കൊച്ചുത്രേസ്യ പറയുന്ന ഇപ്രകാരമാണ്: ചെറുതാവുക എന്നാൽ ഒരാളുടെ ഒന്നുമില്ലായ്മ തിരിച്ചറിയുക, ദൈവത്തിന്റെ നന്മയിൽ നിന്ന് എല്ലാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക, ഒന്നിനെക്കുറിച്ചും ആകുലരാവാതിരിക്കുക, ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥമെന്നാണ്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധിയുടെ കുറുക്കുവഴികൾ കണ്ടെത്തിയ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയോട് നമ്മുടെ ജീവിതത്തിലും നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഈ ഒരു കുടുംബം മുഴുവനും വിശുദ്ധീകരിക്കപ്പെട്ട കുടുംബമായി മാറ്റപ്പെട്ടു. നമ്മുടെയൊക്കെ കുടുംബവും വിശുദ്ധിയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയിൽ മാതാപിതാക്കൾ മാതാപിതാക്കളോടൊത്തൊക്കെ എന്നും ഈശോയ്ക്ക് ഇഷ്ടമാകുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.